BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. അങ്കമാലി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC സൂപ്പർ ഫാസ്റ്റിന് തീ പിടിച്ചു. ഉടൻ കിടത്തിയതിനാൽ ദുരന്തം ഒഴിവായി. ചെങ്ങമനാട് ദേശം കുന്നുപുറം ബസ് സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച രാവിലെ 8-നായിരുന്നു സംഭവം. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് 7:50 തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസ്സിലാണ് അഗ്നിബാധയുണ്ടായത്. ബസിന്റെ മുൻവശത്ത് നിന്ന് കനത്ത തോതിൽ പുക ഉയർന്നതോടെ ഡ്രൈവർ വഴിയോരത്ത് നിർത്തുകയായിരുന്നു. 20 സ്ത്രീകളും 2 കുട്ടികളും അടക്കം 38 യാത്രക്കാരെയും ഉടൻ പുറത്തിറക്കി. അപ്പോഴേക്കും ബസ്സിനകത്തും പുക നിറഞ്ഞു. അപ്പോഴാണ് കൊരട്ടി ഇൻഫോ പാർക്കിലേക്ക് പോകുകയായിരുന്ന എറണാകുളം കടവന്ത്രയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസറായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കാർത്തിക് സുനിലും സുഹൃത്തുക്കളും അതുവഴി എത്തിയത്. അവരുടെ വാഹനത്തിലെ എക്സ്റ്റിങ്ക്യൂഷറുമായി പാഞ്ഞെത്തി ബസ്സിനടിയിലിരുന്ന് കാർത്തിക് എല്ലാ ഭാഗത്തെയും പുക നിർവീര്യമാക്കുകയായിരുന്നു. അപ്പോഴേക്കും ആലുവയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എത്തി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വാറന്റി കാലയളവിൽ സ്കൂട്ടർ തുടർച്ചയായി തകരാറിലാവുകയും അത് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തതിന് സ്കൂട്ടർ നിർമ്മാതാക്കളും സർവീസ് സെന്ററും ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. എറണാകുളം സ്വദേശി നിധി ജെഗിൻ, ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടേഴ്സ് ലിമിറ്റഡ് സർവീസ് സെന്ററായ മുത്തൂറ്റ് മോട്ടോഴ്സ് പാലാരിവട്ടം എന്നിവർക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. 2018 മാർച്ചിലാണ് 67,000 രൂപ കൊടുത്ത് 1 വർഷത്തെ വാറന്റിയോടെ പരാതിക്കാരി സ്കൂട്ടർ വാങ്ങിയത്. അധികം താമസിയാതെ തന്നെ സ്കൂട്ടറിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പല പ്രാവശ്യം സർവീസ് സെന്ററിൽ പോയി റിപ്പയർ ചെയ്തെങ്കിലും വീണ്ടും തകരാറിലായി. സ്കൂട്ടറിന്റെ പല സുപ്രധാന ഭാഗങ്ങളും മാറ്റി പുതിയത് വെക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് സ്കൂട്ടറിന്റെ തുടർച്ചയായ തകരാർ നിർമ്മാണപരമായ ന്യൂനത കൊണ്ടാണെന്ന് പരാതിപ്പെട്ട സ്കൂട്ടറിന്റെ വിലയും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. എന്നാൽ വാറന്റി വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാതിക്കാരി വീഴ്ച വരുത്തിയെന്നും അതിനാലാണ് സൗജന്യ സർവീസ് നൽകാതിരുന്നതെന്നും പണം നൽകിയാൽ സർവീസ് ചെയ്ത് നൽകാമെന്നുമുള്ള നിലപാടാണ് സർവീസ് സെന്റർ കോടതി മുമ്പാകെ സ്വീകരിച്ചത്. എന്നാൽ വാറന്റി കാലയളവിൽ തന്നെ റിപ്പയർ ചെയ്യാൻ വിസമ്മതിച്ചെന്നും മറ്റ് വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യേണ്ടി വന്നുവെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. നീതി തേടിയെത്തിയ ഉപഭോക്താക്കളുടെ അവകാശം ഉറപ്പുവരുത്തിയെന്നതാണ് ഈ കേസിന്റെ പ്രാധാന്യമെന്നും DB ബിനു അധ്യക്ഷനും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് നിരീക്ഷിച്ചു. സ്കൂട്ടറിന്റെ വിലയായ 67,740 രൂപയും 15,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് ടോം ജോസഫ് പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കുണ്ടന്നൂർ ജംഗ്ഷന് സമീപമുള്ള ഗ്രാൻഡ് മെഡോസ് ഫ്ളാറ്റിൽ നിന്ന് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത് നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. വലിയ മോട്ടോർ ഉപയോഗിച്ചാണ് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് തള്ളിയിരിക്കുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി മോട്ടോർ അടക്കം പിടിച്ചെടുത്തു. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ അറിയിച്ചു. മാലിന്യം തള്ളിയ ഗ്രാൻഡ് മെഡോസ് ഫ്ളാറ്റിന് നഗരസഭ 1 ലക്ഷം രൂപ പിഴ ചുമത്തി. തിയേറ്ററിൽ നിന്നും സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നിന്നും സിനിമ പകർത്തുന്നതിനിടെ കൊച്ചി സിറ്റി സൈബർ പോലീസാണ് മധുര സ്വദേശി ജെബ് സ്റ്റീഫൻ രാജിനെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയതിനെതിരെ നിർമ്മാതാക്കളിൽ ഒരാളായ സുപ്രിയ മേനോൻ കാക്കനാട് സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിന് പിന്നിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സൈബർ പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചു. മഹാരാജ കൽക്കെ, ഒരു സ്മാർട്ട് ഫോൺ, പ്രണയം എന്നീ ചിത്രങ്ങളുടെ വ്യാജ പതിപ്പും ഇയാൾ സമാന രീതിയിൽ വ്യാജമായി ചിത്രീകരിച്ചതായി പോലീസ് കണ്ടെത്തി. തമിഴ് ചിത്രം രായൻ മൊബൈലിൽ പകർത്തുന്നതിനിടെ തിയേറ്റർ ഉടമയുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. അനുയോജ്യമായ ഇരിപ്പിടം നോക്കി ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിലെത്തുന്ന സംഘം മൊബൈലിൽ പകർത്തുന്ന ടെലഗ്രാം, വാട്സ്ആപ്പ് എന്നിവ വഴി പ്രചരിപ്പിച്ച് പണം സമ്പാദിക്കുകയാണ് ചെയ്തിരുന്നത്. സുപ്രിയ മേനോന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സിനിമ
മൊബൈലിൽ പകർത്തിയിട്ടുള്ളതും തിരുവനന്തപുരത്തെ തിയേറ്ററിൽ നിന്നാണെന്നും കണ്ടെത്തി. പേടിഎമ്മിന്റെ ടിക്കറ്റ് ന്യൂ ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഈ ബുക്കിംഗ് നടത്തിയ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മെയ് 5 കഴിഞ്ഞ മാസം 17, 26 തീയതികളിലും കഴിഞ്ഞ 5 ഇതേ സീറ്റിൽ ഒരാൾ എത്തി സിനിമ ചിത്രീകരിച്ചതായും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ 26 ഇതേ മൊബൈൽ നമ്പറിൽ നിന്നും വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തത് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നിരീക്ഷണം നിർത്തിയ പ്രതിയെ കൊച്ചി സിറ്റി സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ കേസെടുത്ത് പോലീസ്. കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ്. ഇത് അമിത വേഗതയിലും അലക്ഷ്യമായും വാഹനമോടിച്ചതിനാണ് അപകടമുണ്ടായത്. ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം. ഇന്നലെ പുലർച്ചെ 1:30 സംഭവം. അപകടമുണ്ടായത് കൊച്ചി MG റോഡിൽ വെച്ചായിരുന്നു. ഈ ചിത്രത്തിൽ മുഖ്യവേഷങ്ങൾ എത്തുന്നത് അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, മാത്യു തോമസ് എന്നിവരാണ്. കാർ തലകീഴായി മറിയുകയും താരങ്ങൾക്ക് നേരിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. കാർ ഓടിച്ചിരുന്നത് ചിത്രത്തിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകളിലും മുന്നിലുണ്ടായിരുന്ന കാറിലും ഈ വാഹനം ഇടിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.